അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 156. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തസ്ലാ നാറൻ ഹാമിയ تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഗാശിയയിലെ 4-ാം വചനം മുതലാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. തസ്ലാ നാറൻ ഹാമിയ. പരലോകത്ത് ഹതഭാഗ്യരായ ആ ദുഷ്ടജനങ്ങൾ, അവരെക്കുറിച്ച് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. തസ്ലാ നാറൻ ഹാമിയ. ആ മുഖങ്ങൾ, അതായത് ആ മുഖത്തിൻ്റെ ഉടമകൾ, അവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ പ്രവേശിക്കും. അങ്ങനെ അവർ അവിടെ കിടന്ന് കത്തിക്കരിയും. ഹാമിയ എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന നരകം എന്നാണ് അർത്ഥം. നാറൻ ഹാമിയ, ചുട്ടുപൊള്ളുന്നത് ഹാമിയ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി, 1000 കൊല്ലം കത്തിക്കുമ്പോൾ ചുവന്നും, പിന്നെ 1000 കൊല്ലം കത്തിക്കുമ്പോൾ വെളുത്തുരുണ്ടും, പിന്നെ 1000 കൊല്ലം കത്തിക്കുമ്പോൾ കറുത്തിരുണ്ട് പോകുന്നതുമായ നരകം. ഫഹിയ സൗദാഉ മുദ്ലിമ. അത് ഇരുട്ട് കട്ട പിടിച്ച ഒരു രാത്രിയെപ്പോലെയുണ്ടായിരിക്കും, അത്രയും കറുത്ത തീയായിരിക്കും അത് എന്ന്. സുബ്ഹാനല്ലാഹ്. തീയിൻ്റെ കളറ് ചുവപ്പാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമില്ല. അത് ചൂട് വർദ്ധിച്ച് വെള്ളയിലേക്ക് പരിണമിക്കും എന്ന് പറയുമ്പോഴും നമുക്ക് അത്ഭുതമില്ല. കാരണം അതൊക്കെ ഭൂമി ലോകത്ത് വെച്ച് നാം കാണുന്നതാണ്. സാധാരണ തീ പോലെയല്ല കടുപ്പമുള്ള തീ. ഉദാഹരണത്തിന്, ഒരു വലിയ വൈക്കോലുണ്ട കത്തുന്നുവെങ്കിൽ, ഇത് ജീവിതത്തിൽ കണ്ടവർക്കറിയാം, നമ്മൾ സാധാരണ കാണുന്നത് പോലെ, അടുപ്പത്ത് കാണുന്നത് പോലെയുള്ള തീ ആവില്ല അതിന്. അതിൻ്റെ കളറ് ഏകദേശം വെള്ളയോടടുത്ത് നിൽക്കും. എന്നാൽ വീണ്ടും അതിന് ചൂടിന് കടുപ്പം കൂടുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കറുപ്പ് കളറാകുമെന്നാണ് പറഞ്ഞതൊന്നും പിഴക്കാതെ വഫാത്ത് വരെ പുലർത്തി കാണിച്ചു തന്ന നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കത്തുന്ന തീയ്, കത്തിയാളുന്ന തീയ് കറുത്തിരുണ്ട അവസ്ഥയിലോ അങ്ങനെ ഉണ്ടാകുമോ? അത് നരകത്തിൽ തന്നെ എത്തേണ്ടി വരും ചിലപ്പോൾ നമുക്ക് കാണണമെങ്കിൽ. പക്ഷേ അത് നരകത്തിൽ പോയി കാണേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഇത്രയും കടുത്ത നരകത്തിൽ അവർ പോയി കത്തി ചാമ്പലാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുമ്പോൾ തുസ്ഖ, അവർക്ക് കുടിപ്പിക്കപ്പെടുക, മിൻ ഐനിൻ ആനിയ, തിളച്ചു മറിയുന്ന ചുടുജലത്തിൽ നിന്നാണ്, ചുടുജലമുള്ള നദിയിൽ നിന്നാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുക. തുസ്ഖ മിൻ ഐനിൻ ആനിയ. അതിൻ്റെ ചൂട് അതിൻ്റെ ടോപ്പ് അവസ്ഥയിലെത്തിയിട്ട് അത് തിളച്ച് മറിയുന്നുണ്ടാവും എന്നർത്ഥം. ലൗ വഖഅത് മിൻഹാ ഖുത്രത്തുൻ അലാ ജിബാലി ദുനിയ ലദാബത്. അതിൽ ഒരു തുള്ളി വെള്ളമെങ്ങാനും
ഭൂമിയിലെ വലിയ വലിയ പർവ്വതങ്ങളിൽ വീഴുകയാണെങ്കിൽ, എവറസ്റ്റ് കൊടുമുടിയിൽ വീണു എന്ന് നമുക്ക് ഉദാഹരണത്തിന് പറയാം. ഹിമാലയ പർവ്വതങ്ങളിൽ വീണാൽ ലദാബത്ത്, അത് ഉരുകി അങ്ങ് പോകും എന്നാണ് അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. അത് വായയിലേക്ക് അടുപ്പിക്കുമ്പോൾ, അത് മുഖത്തോടടുപ്പിക്കുകയാണെങ്കിൽ, ഫഇദാ ഉദ്നിയത്തു മിൻ ഉജൂഹിഹിം തനാസറത്തു ലുഹൂമു ഉജൂഹിഹിം, അവരുടെ മുഖത്തെ മാംസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴും. വഇദാ ശരിബു, അവർ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഖത്തഅത്ത് അംആഅഹും, ആ വെള്ളം അതാ അവരുടെ കുടൽമാലകളെ അടക്കം കഷ്ണിച്ച് പുറത്തേക്കെറിയും, അത് ഉരുക്കിക്കളയും. സുബ്ഹാനല്ലാഹ്, എത്ര കടുപ്പമുണ്ട് ഇത്! ഇത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. വായയോടടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തുള്ള മാംസങ്ങൾ കരിഞ്ഞു വീഴുകയോ? നമ്മൾ ആലോചിക്കണം, എത്ര കടുപ്പമുള്ള ചൂടുള്ള വെള്ളമാണെങ്കിലും ശരി, നമ്മളത് കുടിക്കാൻ വേണ്ടി വായയോടടുപ്പിച്ചു, അത് തണുക്കുവോളം, നമ്മൾ തണുക്കുന്നത് വരെ മുഖത്തിൻ്റെ ചുവട്ടിൽ പിടിച്ചാൽ പോലും നമ്മുടെ മുഖം ഉരുകുമോ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ കഹ്ഫ് 29-ാം വചനം, വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ്. നരകാവകാശികൾ അവർ വെള്ളത്തിന് അർത്ഥിക്കുമ്പോൾ, വെള്ളം ചോദിച്ച് കരയുമ്പോൾ, യുഗാസു, അവർക്ക് സഹായിക്കപ്പെടും, ബിമാഇൻ കൽമുഹ്ലി, താറുരുക്കിയതുപോലെയുള്ള ഒരു തരം വെള്ളം. താറുരുക്കിയതുപോലെയുള്ള വെള്ളം, അതായത് എണ്ണച്ചണ്ടി ഉരുക്കിയതുപോലെയുള്ള ഒരു തരം വെള്ളം അവർക്ക് കൊടുക്കും. കൂടുതൽ ടൈറ്റുമല്ല, കൂടുതൽ ലൂസുമല്ല. അങ്ങനെയാണ് മഹാന്മാർ അതിനെ വിശദീകരിച്ചത്. യശ്വിൽ വുജൂഹ്, അത് മുഖത്തെ മാംസത്തെ വികൃതമാക്കുന്നതായിരിക്കും. അത് കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് കൊണ്ടുചെല്ലുമ്പോഴേക്ക് മുഖത്തെ മാംസം കരിച്ചു കളയും എന്നർത്ഥം. അതാണ് യശ്വിൽ വുജൂഹ് എന്ന് പറഞ്ഞത്. ബിഅ്സ ശറാബു വസാഅത് മുർതഫഖ, എത്ര മോശപ്പെട്ട പാനീയമാണിത്, എത്ര മോശപ്പെട്ട സൗകര്യമാണ് നരകം എന്ന് പറയുന്നത്. അല്ലാഹു കാക്കട്ടെ. വസുഖൂ മാഅൻ ഹമീമ ഫഖത്തഅ അംആഅഹും. സൂറത്ത് മുഹമ്മദിൻ്റെ 15-ാം വചനത്തിൽ അല്ലാഹു വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം. വസുഖൂ മാഅൻ ഹമീമ, ചുട്ടുപൊള്ളുന്ന വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ഫഖത്തഅ അംആഅഹും, അത് അവരുടെ കുടൽമാലകളെ കഷ്ണിക്കും, കുടൽമാലകളെ മുഴുവനും മുറിച്ച് എല്ലാം ലൂസ് മോഷനായി പുറത്തേക്ക് തള്ളും എന്ന് സൂറത്ത് മുഹമ്മദിൻ്റെ 15-ലും പറയുന്ന. ഏതാവട്ടെ, നരകത്തിൽ നിന്ന് വേദന അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം, അത് മറ്റൊരു അദാബാണ്. ഇനി ഭക്ഷണമുണ്ടോ? അള്ളാഹു പറയുന്നു, ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ്, അവർക്ക് അവിടെ ഭക്ഷണം ലഭ്യമല്ല. ഇല്ലാ മിൻ ദരീഅ്, കള്ളിമുള്ള് എന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും അവർക്കവിടെ ലഭ്യമല്ല. അപ്പോൾ കള്ളിമുള്ള് കിട്ടുമല്ലേ എന്ന് ആർക്കും തോന്നിപ്പോകേണ്ടതില്ല. ആ ഭക്ഷണത്തിൻ്റെ ഹാല് കേട്ടാൽ, വേണ്ട പടച്ചവനെ, ഈ ഭക്ഷണം ഇതിലേറെ നല്ലതൊന്നും തരാതിരിക്കലാണെന്ന് പറയും, ഉറപ്പാണ്. എന്താണ് കള്ളിമുള്ള്? മുള്ളുകൾ, സങ്കീർണമായ മുള്ളുകളുള്ള ഒരു തരം ചെടിയാണിത്, ഒരു തരം മരമാണ്. ഭൂമിയിൽ അങ്ങനെ ഭൂമിയിൽ നിന്ന് കൂടുതൽ പൊങ്ങാതെ, ഭൂമിയിൽ നിന്ന് പൊങ്ങി ഉയരാതെ, ലാസിഖും ബിൽ അർദ്, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പറ്റി നിൽക്കുന്ന ഒരു തരം മുൾമരമാണ്. കൂടുതൽ ഉയർന്ന് വലുതാവുകയില്ല. ഇതിന് ഖുറൈശികൾ ഷിബ്രക് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. പച്ചയാകുമ്പോൾ, ഉണങ്ങിക്കഴിഞ്ഞാൽ ലരീഅ്, കള്ളിമുള്ള്, അങ്ങനെയും അവർ അതിന് പേര് പറയാറുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, ഒരു മൃഗം പോലും അതിൻ്റെ അടുത്തേക്ക് അടുക്കില്ല. അത്രയും കടുത്ത വിഷമാണത്. വളരെ മോശപ്പെട്ട ഭക്ഷണമാണത്, വളരെ വികൃതമാണത്. ഇതാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ഷൈഉൻ യകൂനു ഫിന്നാരി യുഷ്ബിഹു ഷൗക്ക്, ഇത് നരകത്തിൽ മുളച്ച് പൊങ്ങുന്ന ഒരു തരം മരമാണ്. അശദ്ദു മിറാറ മിനസ്വബിർ, കറ്റുവായയേക്കാൾ കയ്പുള്ളതും, വ അംഥനു മിനൽ ജീഫ, ഡെഡ് ബോഡിയേക്കാൾ ചീഞ്ഞു നാറുന്നതും, വ അഹറു മിനന്നാർ,
തീയിനേക്കാൾ ചൂടുള്ളതുമാണത്. അല്ലാഹു തആല അതിന് ലരീ' എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരീരത്തെ ദുർബലമാക്കുന്ന, ശരീരത്തെ ശുഷ്കിപ്പിക്കുന്ന സംഗതികൾക്കാണ് ലരീ' എന്ന് പറയുക. അപ്പോൾ അത് അതിൻ്റെ കടുപ്പം കൊണ്ട് പറഞ്ഞതാണ്. ഇനി ഭക്ഷണം കഴിച്ചാൽ അതുകൊണ്ട് എന്തു ഗുണമാ കിട്ടുക? സാധാരണ ഭക്ഷണം കൊണ്ട് ഒന്നുകിൽ അതുകൊണ്ട് വിശപ്പ് മാറും, അതല്ലെങ്കിൽ അത് തടിക്ക് ഗുണപ്പെടും, അതുമല്ലെങ്കിൽ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ഗുണം, സ്വാദ്, കേവലം ഒരു ടേസ്റ്റ് ആസ്വദിക്കുക, വയറു നിറഞ്ഞിട്ടല്ല, തടിക്ക് പിടിച്ചിട്ടുമല്ല, എന്നാലും ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ചോളാപ്പൊരി തിന്നുന്നത് വയറ് നിറയാനല്ല, അത് തടിക്ക് പിടിക്കാനുമല്ല, കേവലം അതിങ്ങനെ ടേസ്റ്റ് ആസ്വദിക്കാൻ, കടല കുറിക്കുന്നത് പോലെ, ചോളാപ്പൊരി തിന്നുന്നത് പോലെ. എന്നാൽ കഷായം കുടിക്കുന്നത് എന്തിനാ? അത് വയറ് നിറയാനല്ല, ടേസ്റ്റ് കൊണ്ടുമല്ല. പക്ഷേ അത് ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് അത് നല്ല ഫലങ്ങളുണ്ടാക്കും, അതിൻ്റെ ഗുണഫലങ്ങൾ ശരീരത്തിന് കിട്ടും. അതാണ്, അതിൻ്റെ വിറ്റാമിൻ ലഭിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു രൂപം, പട്ടിണി ഉണ്ടാകുമ്പം, വിശപ്പുണ്ടാകുമ്പം വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അതിന് പച്ച വറ്റാണെങ്കിലും വാരിത്തിന്നും, പച്ചില പോലും മനുഷ്യൻ തിന്നും. ശരിക്ക് വിശന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ച് വിശപ്പ് മാറ്റുക എന്ന ലക്ഷ്യം വെച്ച്, ടേസ്റ്റ് കൊണ്ടല്ല, വയറ് നിറയാനുമല്ല, മറിച്ച് വിശപ്പ് മാറ്റാൻ. എന്നാൽ ഈ നരകത്തിലെ ഭക്ഷണത്തിൽ ലാ യുസ്മിനു, ഇത് തടിക്ക് പിടിക്കുന്ന ഭക്ഷണമല്ല, വലാ യുഗ്നി മിൻ ജൂഅ്, ഇത് വിശപ്പകറ്റുന്ന ഭക്ഷണവുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും തകരുകയാണ്. അതുപോലെ അതിൻ്റെ രുചിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി, ഹദീസിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു. എല്ലാം അപകടമാണ്, എല്ലാം ഗൗരവമാണ്. അല്ലാഹുവേ, ഇത്രയും കടുത്ത ഈ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കട്ടെ. നരകത്തെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.